ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഫുൾ ഫ്ലെയർ കൊടുത്തുകൊണ്ട് അംബ്രല്ല ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഫുൾ ഫ്ലെയർ എന്ന് പറയുമ്പോൾ നമുക്ക് കുർത്തി ആയാലും ഗൗൺ ആയാലും സ്കേർട്ട് ആയാലും ഇതേ ഒരു മെത്തേഡിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സെമി അംബ്രല്ലയുടെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ, സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നില്ല. കാരണം ഇത് ഫുൾ അംബ്രല്ല ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാനിന്നത് കട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോ സെമി അംബ്രല്ലയുടെ കണ്ടാൽ മതി, അതുപോലെ തന്നെയാണ് ഇതും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സെമി അംബ്രല്ലയ്ക്ക് നമുക്ക് എത്രയാണോ സ്കേർട്ടിന്റെ ലെങ്ത്, സ്കേർട്ടായാലും കുർത്തയായാലും സ്കേർട്ട് പോർഷന്റെ ലെങ്ത് എത്രയാണോ അത് 2 ഇരട്ടി ക്ലോത്താണ് നമ്മൾ കൊടുത്തത്. ഫുൾ അംബ്രല്ല ചെയ്യുമ്പോൾ നമുക്ക് 4 ഇരട്ടി ക്ലോത്ത് വേണം. നല്ല വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ 4 ഇരട്ടി ക്ലോത്ത് വേണം. വീതി കുറഞ്ഞ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് 5 ഇരട്ടി ക്ലോത്ത് വേണം കേട്ടോ. ഇത് ഞാനൊരു സാരിയുടെ ബോർഡർ എല്ലാം കളഞ്ഞിട്ട് എടുത്തതുകൊണ്ട് ഇതിന് ഓൾറെഡി വീതി കുറവാണ്. ഒരു 32 ഇഞ്ച് വീതി ഇപ്പം ഇതിനുള്ളൂ. നമുക്ക് 42, 44, 46 അങ്ങനെ വീതിയുള്ള ക്ലോത്ത് കിട്ടുമല്ലോ. നല്ല വീതിയുള്ള ക്ലോത്താണ് മാക്സിമം നമുക്ക് ഫുൾ അംബ്രല്ല ചെയ്യാനായിട്ട് നല്ലത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഞാനിവിടെ 4 ഫോൾഡ് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. ലെങ്തിൽ 2 ഫോൾഡ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഫോൾഡ് ചെയ്യണം. 4 ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കണം. കണ്ടോ, നീളത്തിനിട്ടിട്ട് ഞാനിവിടെ 2 ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ വലിയ ക്ലോത്തിൽ കാണിക്കുന്നുണ്ട്, ചെറിയ ടേബിളിലിട്ടല്ലേ ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഞാൻ അതുകൊണ്ട് ഒരു കുഞ്ഞു ക്ലോത്തിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിക്കോളും കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, 4 ഫോൾഡ് ചെയ്തിട്ട് ഇനി ഇതാ ഈ കോണിൽ പിടിച്ചിട്ട് ഒന്നതായി ഇങ്ങനെ കോണാക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫോൾഡിങ്. കണ്ടോ, ഇനി നമുക്ക് മാർക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്താൽ മതി. ഇതാ ഇതുപോലെ ലെങ്തിൽ നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ക്ലോത്ത് എടുക്കണം. വീതി അനുസരിച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഒന്നുകൂടെ ദാ ഇങ്ങോട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇനി കോണാക്കി കൊടുത്താൽ മതി. ഇതാ ഈ കോണിലൊന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫോൾഡിങ്. ഇതേ കണക്കിന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൽ ഞാനൊന്ന് കട്ട് ചെയ്യുന്ന രീതി കാണിച്ചു തരാം. നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളും മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് ഏരിയ കണ്ടോ, നമ്മുടെ കണക്കിന് കട്ട് ചെയ്ത് കൊടുക്കണം. ലെങ്ത് ഭാഗത്തും ഇതാ ഇതുപോലെ റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നിവർത്തി നോക്കാം. ഇതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് വലിയ ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടിട്ട് നമ്മുടെ അളവ് മാർക്ക് ചെയ്ത് കൊടുത്തെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാ നിവർത്തി നോക്കുമ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക് 2 പാർട്ട്. കണ്ടോ, ഇതാണ് ഫുൾ അംബ്രല്ല. ഇനി സൈഡൊന്ന് യോജിപ്പിച്ചിട്ട് ഇങ്ങനെയാണ് നമുക്ക് സ്കേർട്ട് കിട്ടുന്നത്. വീതി കൂടുതൽ ഉള്ള ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഫ്ലെയർ കിട്ടും സൈഡിലോട്ട്. കണ്ടോ, വീതി നല്ലപോലെ കിട്ടും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബോർഡർ എല്ലാം കളഞ്ഞിട്ട് വച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഫോൾഡ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കാണ് ഞാൻ ശ്രദ്ധിച്ചതൊരു കട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊന്ന് കോണ് തിരിച്ചിട്ടെന്നേ ഉള്ളൂ. നിങ്ങളത് ശ്രദ്ധിക്കേണ്ട. നമുക്ക് എങ്ങനെയാണോ ഞാൻ ആ കാണിച്ചു തന്ന അതേ രീതിക്ക് ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇതേ കണക്കിന് കോണാക്കി വെച്ചാൽ മതി. നമുക്ക് സ്കേർട്ട് എത്ര ലെങ്ത് ആണെങ്കിലും, ചെറിയ സ്കേർട്ട് ആണെങ്കിലും വലിയ സ്കേർട്ട് ആണെങ്കിലും, ഇനി ഗൗൺ ആയാലും കുർത്തി ആയാലും നമുക്ക് ഇതിലാണ് മാർക്കിങ്ങും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാനുള്ളത്. നമുക്ക് വേസ്റ്റ് റൗണ്ടും ലെങ്തും നമുക്ക് എത്രയാണോ വേണ്ടത് അതങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് വേസ്റ്റ് റൗണ്ട് എത്ര വേണം അത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. സെമി അംബ്രല്ലയ്ക്ക് വേറെയാണ്, ഫുൾ അംബ്രല്ലയ്ക്ക് വേറെ രീതിക്കാണ്. ഫുൾ അംബ്രല്ലയ്ക്ക് നമുക്ക് വേണ്ടത് വേസ്റ്റ് റൗണ്ട് എത്രയാണോ ഡിവൈഡഡ് ബൈ 6.28 കേട്ടോ. നമ്മുടെ വേസ്റ്റ് റൗണ്ടിന് 6.28 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണോ കിട്ടുന്ന അത് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കണം റേഡിയസിന് വേണ്ടിയിട്ട്. റേഡിയസ് എന്ന് പറയുമ്പോൾ നമുക്കത് ഇവിടെ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുള്ള അകലമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6.28. ഞാനിവിടെ 34 എനിക്ക് കൊടുക്കുന്ന വേസ്റ്റ് റൗണ്ട്. 6.28 വരുമ്പോഴത്തേക്ക് എനിക്ക് 5.41 അങ്ങനെ 5.25 അടുപ്പിച്ച് കിട്ടും. ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ കോണിലൊന്ന് ഇങ്ങനെ നീക്കി 5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒന്ന് റൗണ്ട് ചെയ്ത് വയ്ക്കുവാണ്. 5 ഇഞ്ച് കൊടുക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ ഞാനത് സെമി അംബ്രല്ല ചെയ്തപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്ക് ക്ലോത്ത് ഒന്ന് വലിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. ഓരോ ക്ലോത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ക്ലോത്ത് വലിഞ്ഞു വരുന്നത്. അത് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. എങ്ങനെ കൊടുത്താലും കുറച്ചൊക്കെ വേരിയേഷൻ വരും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം കുറവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കർവ് കൊടുത്തു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി സൈഡ് യോജിപ്പിച്ചെടുക്കുന്ന അംബ്രല്ല ആണെങ്കിൽ നമുക്ക് വലുതായി പോയാലും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുട്ടികളുടെ അംബ്രല്ല ചെയ്യുമ്പോൾ നമുക്ക് ഫോൾഡിങ് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ രീതിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൈഡ് സ്റ്റിച്ച് വരാത്തത് കൊണ്ട് ഒരു കാരണവശാലും കൂടുതലാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിക്ക് കുറച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ഞാനിവിടെ കൊടുക്കുന്ന ലെങ്ത് ഇതിനകത്തുള്ള ലെങ്ത്, ഇതിൽ എത്രയാണോ ലെങ്ത് കിട്ടുന്നത് അത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് ലെങ്ത് എങ്ങനെ വേണോ നമ്മുടെ ലെങ്തിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ ഇതാ ഈ കോണിലൊന്ന്, ഈ ഒരു കോണിലൊന്ന് തന്നെ പിടിച്ച്
താഴോട്ട് നമുക്കത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ എനിക്ക് 28 ഇഞ്ച് ലെങ്ത് കിട്ടും. ഞാൻ ആ 28 ഇഞ്ച് ലെങ്ത് ഈ 5 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. ഞാനിവിടെ 5 ഇഞ്ചാണ് മേളിൽ റേഡിയസ് കൊടുത്തത്. 28ൻ്റെ കൂടെ 5 ഇഞ്ച് ആഡ് ചെയ്ത് 33 ഇഞ്ചാണ് ഞാൻ ടോട്ടൽ പിടിച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന. ഈ ടേപ്പ് അനക്കാൻ പാടില്ല. ഈ മേൽഭാഗത്ത് ഈ കോണിലൊന്ന് ടേപ്പ് അനക്കാൻ പാടില്ല. അത് കറക്റ്റ് പിടിച്ച് നമുക്ക് ഒരു കൈ കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ലെങ്ത് കൂടുതലാണെങ്കിൽ ടേപ്പ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് താഴോട്ട് നമുക്ക് ആ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ മാർക്ക് ചെയ്യണം. അതും റേഡിയസ് ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ റേഡിയസും കൂടെ ലെങ്തിൻ്റെ കൂടെ ചേർത്താണ് നമുക്ക് ഈ ലെങ്ത് ഈ കോണിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. റേഡിയസ് പിന്നെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ വേസ്റ്റ് റൗണ്ട് അവിടെ കിട്ടും, ലെങ്തും കറക്റ്റ് ആവും. ഇനി ഇതാ ഈ മാർക്ക് ചെയ്ത് കൊടുത്തതിനെ ഞാനിങ്ങനെ യോജിപ്പിച്ചൊന്ന് വരച്ചു കൊടുക്കുവാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് മാർക്കിങ്. ഈ ഒരു വേസ്റ്റ് ഏരിയയുടെ ഭാഗത്ത് നമുക്ക് ആ ഒരു രീതിക്ക് കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ ഇതിൽ ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. ഈ വേസ്റ്റ് ഏരിയയിൽ നമുക്ക് യോക്ക് ഏരിയ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈഡ് സെപ്പറേറ്റ് ഫ്രണ്ട് ഏരിയ ബാക്ക് ഏരിയ സെപ്പറേറ്റ് ചെയ്യാതെ ഫുൾ റൗണ്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് തയ്യൽത്തുമ്പ് ഈ സ്കേർട്ടിന് ഒരു 1/2 ഇഞ്ചൊക്കെ മതിയല്ലോ. അത് നമുക്കിത് നിവർത്തി എടുക്കുമ്പോൾ അത് ലെവലാവും കേട്ടോ. നമുക്കിവിടെ ലെങ്ത് എത്ര വേണോ നമുക്ക് നീട്ടിക്കൊടുക്കാം. ക്ലോത്തിൻ്റെ വീതിയും ക്ലോത്തിൻ്റെ നീളം അനുസരിച്ച് നമുക്ക് എത്ര ലെങ്ത് വേണോ കൂട്ടിക്കൊടുക്കാം. നമുക്ക് ഈ വേസ്റ്റ് ഏരിയ ഇവിടെ കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് വരുമ്പോൾ ദാ ഈ ഒരു പോർഷൻ വരുമ്പോൾ ചിലപ്പോൾ ഒരു കുറവ് വരും കണ്ടോ. ദാ ഈ ഏരിയയുടെ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ ക്ലോത്തിൻ്റെ വീതിയുടെ അനുസരിച്ച് നമുക്കൊരു കുറവ് വരും. അവിടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്താലും മതി. സൈഡിലൊന്ന് ബാലൻസ് വരുന്ന ക്ലോത്ത് എടുത്തൊന്ന് യോജിപ്പിച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതാ കട്ട് ചെയ്തെടുക്കാൻ കണ്ടോ. ഇനി നമ്മൾ ലെങ്ത് ഭാഗം മാർക്ക് ചെയ്യുമ്പോൾ ഈ കട്ട് ചെയ്തെടുക്കുക മുന്നേ അല്ലേ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് ചെയ്യുമ്പോൾ ദാ ഈ കോണിലൊന്ന് പിടിച്ചാണല്ലോ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തത്. ദാ ഇങ്ങനെയല്ലേ മാർക്ക് ചെയ്ത് കൊടുത്തത്. റൗണ്ട് ചെയ്ത് ഈ കോണിലൊന്ന് പിടിച്ച്. ഇനി ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് ഈ വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്ത ശേഷം അവിടെ നിന്ന് നമുക്ക് താഴോട്ട് ലെങ്ത് പിടിച്ച് കട്ട് ചെയ്യാൻ പാടില്ല. കാരണം ലെങ്തിൽ നമുക്ക് കയറി ഇറങ്ങി വേരിയേഷൻ വരും. അതുകൊണ്ടാണ് ഈ റേഡിയസ് കൂടെ ആഡ് ചെയ്ത് മേളിൽ നിന്ന് തന്നെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ലെങ്ത് ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമുക്ക് ഫുൾ അംബ്രല്ലയുടെ കട്ടിങ്. നമുക്ക് നമ്മുടെ വേസ്റ്റ് റൗണ്ട് വെച്ച് ഡിവൈഡ് ചെയ്ത് വേസ്റ്റ് റൗണ്ടും കണ്ടുപിടിച്ച് എത്രയാണോ നമുക്ക് ലെങ്ത് ഈ ഒരു രീതിക്ക് ലെങ്തും കൂടെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഏത് ലെങ്തിലും എത്ര ഫ്ലെയർ കൊടുത്തുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഫുൾ അംബ്രല്ല ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു 1/4 ഇഞ്ച് കുറച്ച് തന്നെ മേളിലോട്ട് മാർക്ക് ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ ഫുൾ റൗണ്ട് ചെയ്ത് കുട്ടികൾക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സൈഡ് യോജിപ്പിച്ചല്ല നമ്മൾ ചെയ്യുന്നത്. ഫുൾ റൗണ്ട് ചെയ്താണ് കിട്ടുന്നത്. വലുതായി പോയാൽ പിന്നെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇനി ഇതാ നിവർത്തിയിട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് 2 പാർട്ടായിട്ട് കിട്ടും. ഇതിന് നമ്മളൊന്ന് യോജിപ്പിച്ച് 2 സൈഡും ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അത് കുട്ടിയൊക്കെ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ യോജിപ്പിച്ചെടുക്കേണ്ടി വരത്തില്ല, അല്ലാതെ തന്നെ കിട്ടും. നമുക്ക് നല്ല ലെങ്ത് വേണമെന്നുള്ളത് കൊണ്ടാണ് ഈ സൈഡൊന്ന് ഇങ്ങനെ 2 പാർട്ടായിട്ട് കിട്ടി നമ്മളൊന്ന് യോജിപ്പിച്ചെടുത്ത് നമ്മുടെ യോക്ക് ഏരിയയും കൂടെ ഇതിൽ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് അംബ്രല്ല കുർത്തി ചെയ്തെടുക്കാൻ പറ്റും. ഇനി സ്കേർട്ട് ആണെങ്കിൽ നമുക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, സ്കേർട്ട് റെഡിയാക്കി എടുക്കാനും പറ്റും. എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ഫുൾ അംബ്രല്ല കട്ട് ചെയ്തതെന്ന് കണ്ടില്ലേ. നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 6.28 വെച്ച് ഡിവൈഡ് ചെയ്ത് കിട്ടി. അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.